എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? എന്താ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? നൈസ്. നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട് ആ പടത്തിൽ. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ നമ്മുടെ ഈ രാജ്യത്തിൽ എന്താണ് ഒരു മെസ്സേജ് നൽകുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഡയറക്ഷനാണ്. ഒരു അന്യസംസ്ഥാന ഭാഷയിൽ നിന്ന് ഡബ് ചെയ്ത പടമൊന്നും തോന്നില്ല. നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡബിങ് ഒക്കെ വളരെ നല്ലതാണ്. ശരിക്കും മലയാളം പടം കാണുന്ന പോലെ തന്നെ ഉണ്ട്. മനസ്സിലാക്കാൻ പറ്റും. നല്ല പടത്തിൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു അന്യഭാഷാ ചിത്രം മലയാളത്തിലേക്ക് വരുന്ന നല്ലൊരു പ്രതികാരത്തിന്റെ കഥ പറയുന്ന, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു പ്രതികാരത്തിന്റെ കഥ പറയുന്ന ഒരു നല്ല സിനിമ. എന്തായാലും എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. ഡബിങ് നല്ല ഡബിങ്ങാണ് മലയാളത്തിൽ. എല്ലാം മ്യൂസിക് ഡബിങ് ഉള്ള കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ മ്യൂസിക് പാട്ടുകളെല്ലാം നല്ല രീതിയിൽ തന്നെ. പെർഫോമൻസ് അതില് എല്ലാവരുടെ പെർഫോമൻസും നല്ലതാണ്. പിന്നെ അതിൽ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ച അച്ഛൻ്റെ പെർഫോമൻസ് ഒന്നും പറയാൻ വയ്യ. അടിപൊളിയായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിച്ചു. പടം ഇഷ്ടപ്പെട്ടോടാ? മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാ? അതുപോലെ മനസ്സിലാവുന്നുണ്ടാ? ഈ വേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? പുള്ളി ചെയ്ത വേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല വേഷമാണ്. ചെറിയ കുട്ടികളൊക്കെ വലിയ ആൾക്കാർ വരെ എൻ്റെ ഫാദർ വരെ വന്നിരുന്ന് കണ്ടാണ്. ശരിക്കും പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഒരു രീതിയിലും ലാഗിങ്ങോ ബോറിങ്ങോ ഒന്നുമില്ല. അതേപോലെ വളരെ നല്ലൊരു മെസ്സേജ് ആ പടത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഒരു നമ്മുടെ രാജ്യത്തായിക്കോട്ടെ, ഒരു ചെറിയ ഗ്രാമങ്ങളായിക്കോട്ടെ, അവിടെ വരുന്ന പല കമ്പനികൾ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തെ എത്രത്തോളം ഭീകര രീതിയിലാണ് ഫ്യൂച്ചറിലെ ആളുകൾക്ക് ബാധിക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറ്റം നമ്മളെങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. കാര്യം ഇപ്പോഴത്തെ തലമുറകൾ മൊബൈലിലൊക്കെ അഡിക്റ്റഡ് ആണ്. അവർക്ക് മൊബൈലിൽ നിന്ന് മാത്രമേ പ്രതികരിക്കാൻ പറ്റുന്നുള്ളൂ. ശരിക്കും ഇത് ഇറങ്ങിത്തിരിഞ്ഞ് പ്രതികരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. അത് ഓരോരുത്തരെ എങ്ങനെ കാണുന്നു എന്നുള്ളത് കാണുന്ന ആൾക്കാരുടെ രീതിയിലിരിക്കും. ഇപ്പൊ ഇതിന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. നീ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമയാണ്, കുഴപ്പമൊന്നുമില്ല. പല സ്ഥലത്തും ഇങ്ങനത്തെ ചില സമയത്ത് നടക്കാറുണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല രസമുള്ള ഒരു പടമാണ്. നല്ല പടമാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ലൊരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. കുട്ടിയുടെ പ്രായം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ആ വേഷങ്ങൾ, അതിൽ വർക്ക് ചെയ്തിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ആ ഒരു വേഷങ്ങൾ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഡയലോഗ് ഡെലിവറി നല്ല അടിപൊളിയാണ്. അതുപോലെ ഡബ്ബിങ് മൂവിയൊന്നും ഒരിക്കലും പറയില്ല. നല്ല രീതിയിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്തു. ഫൈറ്റ് സീക്വൻസുകളായാലും അല്ലെങ്കിൽ വയലൻസ് സീക്വൻസുകളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കൺവീൻസ് ആകുമെന്നൊരു ഡൗട്ട് ഉണ്ടാകും. പക്ഷെ അത് വളരെ കൺവീൻസിങ് ആയിട്ടാണ് വിത്തും ഫിക്ഷനും അല്ലെങ്കിൽ ലോജിക്കും എല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഓരോ സിറ്റുവേഷൻസിനെയും അതിനെ പ്രേക്ഷകരുടെ ഇടയിലോട്ട് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ മ്യൂസിക് വളരെ മനോഹരമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്ലെൻഡ് ചെയ്ത് സിറ്റുവേഷൻ അനുസരിച്ച് സീനനുസരിച്ച് ബ്ലെൻഡ് ചെയ്താണ് മ്യൂസിക്കാണ് ഓരോ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓവറോൾ എനിക്ക് ഫസ്റ്റ് ടൈം കണ്ട ഒരു മറാത്തി ഫിലിം, ഡബ്ഡ് വേർഷൻ ആയിക്കോട്ടെ, എന്നാലും ഒരു മറാത്തി ഫിലിം എന്ന എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ സീനും നമുക്ക് കൺവീൻസിങ് ആയിട്ടുള്ള പോകുന്നുണ്ട്. ഒരിക്കലും നമ്മളിപ്പോൾ ഒരുപാട് ഫോർത്ത് സീനുകൾ നമ്മൾ മലയാളത്തിലെ തമിഴ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർത്ത് സീനുകളെല്ലാം കൺവീൻസിങ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ് അവരുടെ റോള് നമുക്ക് കൺവീൻസിങ് ആയിരുന്നു.